മക്കളെ, ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് എടുക്കാം. ഖുഷിക്ക് ഖുഷി. സന്തോഷം തന്നെ സന്തോഷം. ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിലിരിക്കാമായിട്ട് എല്ലാ മരങ്ങളൊക്കെ ഇലകളായിട്ട് നന്നായിട്ട് മനോഹരമായിട്ട് നിൽക്കുന്നു. പശുവിൻ്റെ അടുത്ത് തന്നെ ഒരു പശുക്കുട്ടി, പിന്നെന്താണ് 2 പൂച്ചകൾ, പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഒരു ആനയുണ്ട് വെള്ളത്തിൽ, പിന്നെ ഒരു മുതലുണ്ട്, പിന്നെ ഇതാ ഇല, അത് വലിയൊരു ഇലയാണ്, അപ്പം നമുക്കതിനെ ഇല എന്ന് പറയാം. പിന്നെ ഈ ഇലയിൽ എന്തുണ്ട്, ഒരു ചിടിയുണ്ട് അല്ലേ, ചിടിയ, ഒരു പക്ഷിയുണ്ട്, പിന്നെന്താണ് തവളകൾ. അത്രയും മനോഹരമായിട്ടുള്ള ചിത്രം, എല്ലാവരും വളരെയധികം സന്തോഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ്. അപ്പോൾ നമുക്കിതിനൊക്കെ എന്താണ് ഹിന്ദിയിൽ പറയുക, അതിൻ്റെയൊക്കെ പേരെന്താണ് എന്ന് ആദ്യം പഠിക്കാം. മരത്തിന് എന്താണ് പറയുന്നത്, പേട് അല്ലേ. മരത്തിന് എന്താ പറയുന്നത്, പേടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ പ എന്ന് എഴുതാം, പ. എന്നിട്ട് മുകളിൽ ഇങ്ങനെ വരയ്ക്കുക, പേ. പിന്നെന്ത് എഴുതുക, ഡാന്ന് എഴുതുക, ഡാന്ന് എഴുതുക. എന്നിട്ട് അതിന് താഴെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് മുകളിൽ ഇങ്ങനെ നീളത്തിൽ വരയ്ക്കുക, പേട്. എന്താണ്, പേട്. പിന്നെ അടുത്തത് പഹാടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ എഴുതിയതുകൊണ്ട് ഞങ്ങൾക്കറിയാം പാ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഡായോ എഴുതിയതുകൊണ്ട് അറിയാം ഡാ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. ഇനി ഹാ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പഹാട് പറഞ്ഞാൽ പർവ്വതം. ഹാന്ന് എഴുതേണ്ടത് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ എസ് ഇടണ പോലെ ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, ഹാ. ഓക്കെ, ഹാ. മൗസ് കൊണ്ട് എഴുതണോണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഹാ. എന്നിട്ട് വരയ്ക്കുക, ഹാ ദീർഘത്തിനാണ് ഇങ്ങനെ വരയ്ക്കുന്നത്, ഹാ. പഹാട് പറഞ്ഞാൽ പർവ്വതം. പഹാട് പർവ്വതം. ഇതെന്താണ്, മച്ചലിയാണ് അല്ലേ, മച്ചലി പറഞ്ഞാൽ മത്സ്യം. മച്ചലി എന്നെങ്ങനെ എഴുതുക, മാന്നെങ്ങനെ എഴുതും, മാ. ഇതാണ് മാ. ഓക്കെ, മാ എങ്ങനെ എഴുതുക കണ്ടല്ലോ. ഇനി ചാന്ന് എഴുതണത് മലയാളത്തിൽ നമ്മൾ ഓ എന്ന് എഴുതൂലേ, അതുപോലെ ആ ഓ തിരിച്ചിട്ടത് പോലെയുള്ള ഒരു ച. ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം, ച. ഓക്കെ, ഇത് കുറച്ചുകൂടെ കൊണ്ട് പോന്നോട്ടെ, വലുതായിപ്പോയി, ച. എന്നിട്ട് ഇവിടെ ചെറിയൊരു വര കൊടുക്കുക. പിന്നെന്ത് ചെയ്യുക, ലാന്ന് എഴുതുക, ലാന്ന് എഴുതുക. ലാക്ക് ഇങ്ങനെ ഒരു വള്ളിയും കൊടുക്കുക, മച്ചലി. മാ കുറച്ചും കൂടെ വലുതാക്കാൻ, വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാ ഒന്ന് വലുതാക്കി മുകളിൽ കൂടെ അങ്ങനെ വരച്ച്, മച്ചലി. എന്താണെന്ന് വായിക്കുക, മച്ചലി പറഞ്ഞാൽ എന്താണ്, മത്സ്യം. ഇനി നമ്മളിവിടെ ഇത് വെള്ളമല്ലേ, വെള്ളത്തിന് എന്താ പറയുക അറിയോ, പാനി. എന്താണ് പറയുക, പാനി. പാന്ന് എഴുതുക, പിന്നെ നാന്ന് എഴുതുക, ഈ ചിഹ്നമിടുക, പാനി. ഇത് നാദാമ്പക്ക്, ഇത് തോടാണ് അല്ലേ, തോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണിത്. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം, 4 എന്ന് എഴുതാം, 4. ഇതെന്താണ്, ഇത് തോടാണ്, തോട്. എന്താ പറയുക, 4. ഇനി നദിയാണെങ്കിൽ നദി എന്ന് തന്നെ എഴുതാം. കണ്ടിട്ട് ചെറുതായതുകൊണ്ട് തോടാണെന്ന് തോന്നണം, അതപ്പം നമുക്ക് തോട് എന്ന് എഴുതാം. തോട് എങ്ങനെയാണ്, ആന്ന് എഴുതുക, നാക്കി ഇങ്ങനെ ആ ചിഹ്നം വേണം കേട്ടോ, 4 പറഞ്ഞാൽ തോട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടി, 4 തോട് കിട്ടി, വെള്ളം കിട്ടി, മച്ചലി മത്സ്യം കിട്ടി അല്ലേ. ബില്ലി പറഞ്ഞാൽ എന്താ, പൂച്ച. ബില്ലിയാണ് ഇവിടെ സന്തോഷത്തിലിരിക്കണത്. ബില്ലി എങ്ങനെ എഴുതുക, ആദ്യം തന്നെ ഇങ്ങനെ വരച്ചിട്ട് ബാന്ന് എഴുതുക. എങ്ങനെ വാന്ന് എഴുതുക അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ചാൽ എന്തായി, ബാന്നായി. കുറച്ചുകൂടെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു വരയ്ക്കണം കേട്ടോ, ബാന്നായി. പിന്നെ ബാക്കി നമ്മൾ ഈ ചിഹ്നം കൊടുത്ത്, ഈ എന്ന ചിഹ്നം കൊടുത്ത്, ബി. പിന്നെ ഒരു ലായും ഇടുക, പിന്നെയും ഒരു ലായും കൂടെ ഇടുക, താഴെ ഇടാം കേട്ടോ. 2 ലാ വരുമ്പോൾ ഒരു ലാ മുകളിൽ ഒരു ലാ താഴെയായിട്ട് ഇടാം. 2 ഒന്ന് ഇവിടെയും ഒന്നിന് തൊട്ടടുത്തായിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ തൊട്ടടുത്തായിട്ട് ഇടുമ്പോൾ ഫസ്റ്റ് ഇടുന്ന ലാ മുഴുവൻ എഴുതൂല കേട്ടോ. ഫസ്റ്റ് ഇടുന്ന ലാ മുഴുവൻ എഴുതാതെ രണ്ടാമത് എഴുതണ ലായാണ് മുഴുവൻ എഴുതുക, തൊട്ടടുത്തടുത്തിടുമ്പോൾ. ഇപ്പം ഇതെന്താ വായിക്കുക, ബില്ലി. ഓക്കെ, ബില്ലി.
അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടോയെന്ന് എഴുതി കാണിച്ചെന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ബില്ലി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് ബില്ലി പറഞ്ഞാൽ പൂച്ച. എന്താണ് ബില്ലി? പൂച്ച. ഇനി അടുത്തവിടെ ഫൂലാണ് അല്ലേ? ഫൂൽ. ഫൂൽ. പൂവിന് എന്താ പറയൽ? പൂവിന് ഫൂൽ എന്നാണ് പറയാം. ഫാന്ന് ഇങ്ങനെ എഴുതും, പിന്നെ ഇങ്ങനെ ഒരു ഊച്ചിന്നിടും, പിന്നെ ലാന്ന് എഴുതും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോണത്? ഫൂൽ എന്നാണ്. ഇത് പൂക്കളാണ് അല്ലേ? കണ്ടിട്ട് നമുക്ക് പൂക്കൾ വരച്ചത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് ഫൂൽ എന്നെഴുതാം. ഇങ്ങനെ പാന്ന് നമ്മൾ എഴുതാൻ പഠിച്ചല്ലോ നേരത്തെ. അങ്ങനെ പാന്ന് എഴുതിയിട്ട് ഇവിടെയും കൂടെ അങ്ങനെ കണ്ടിടാം. അപ്പോഴാണ് അത് എന്താണത്? ഫാ എന്നാണത്. ഇവിടുന്ന് ആ പാന്ന് എഴുതിയ പോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങനെ അങ്ങോട്ടിടാം. എന്നിട്ട് ഊച്ചിഹ്നം കൊടുക്കുക. ഫൂ. പിന്നെന്താ ചെയ്യുക? ല. ല എന്താണ്? ഫൂൽ. എന്താ വായിക്കുക? ഫൂൽ എന്നാണ് വായിക്കുക. ഇനി ബില്ലി നമ്മൾ പഠിച്ച്. ഇനി എന്താ ഉള്ളത്? ഗായ്. പശു ഉണ്ടല്ലോ ഇവിടെ. പശു. ഇതെന്താണ്? ഗായ്. എന്താ ഗായ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗായ്. ഗായിന്ന് എങ്ങനെ എഴുതാ? ഇങ്ങനത്തെ ഗാന്ന് എഴുതാ. എന്നിട്ട് 2 വര. ഒരു വര ഗാക്കുള്ളതാണ്, ഒരു വര ഗാ. പിന്നെ യാ. ഗായ്. ഓക്കെ. അപ്പം ഗായ് എന്നെഴുതി നമ്മൾ പഠിച്ചു. ഗായ് പറഞ്ഞാൽ എന്താണ്? പശുവാണ്. ഗായ് പശു. പിന്നെ അതിന് താഴെ തന്നെ ആരുണ്ട്? ഒരു പശുക്കുട്ടി ഉണ്ട് അല്ലേ? പശുക്കുട്ടീനെ എന്താ പറയുക? ബച്ചട. ബച്ചട. അങ്ങനെ എഴുതാത് ഇങ്ങനെ നേരത്തെ നമ്മൾ പഠിച്ച് വാ ബ അങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പം അത് ബാന്നായി. പിന്നെ ഓച്ച. മലയാളത്തിലെ ഓ പോലത്തെ ച. ഓക്കെ. പിന്നെ എസ് ഡ. ബച്ചട. എസ് ഡാന്നിട. എസ് ഇംഗ്ലീഷിലെ എസ് പോലെ ഇട്ടിട്ട് ഡാന്നിട. താഴെ ഒരു ഡോട്ട് ഇടുക. ഡാ എന്നിട്ട് വരയ്ക്കുക. ബച്ച. ഇതിങ്ങനെ കൂട്ടി വരയ്ക്കൂല കേട്ടോ. ബച്ചടയ്ക്ക് എന്താണ്? ബച്ചട. ഇവിടെ ഞാൻ കൂട്ടി വരച്ചു പോയിണ്. ബച്ചട. എന്താ വായിക്കുക? ബച്ചട. ബച്ചട പറഞ്ഞാൽ എന്താണ്? പശുക്കുട്ടി. എന്തിനാണ് ബച്ചട പറയുക? പശുക്കുട്ടീനെയാണ് ബച്ചട എന്ന് പറയുന്നത്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ നോക്കാതെ പോയൊരു ചിത്രമുണ്ട്. ഇവിടെ 2 കാക്കകൾ പറക്കുന്നുണ്ട് അല്ലേ? കാക്കയല്ലത്? 2 കാക്കകളുണ്ട്. അപ്പം അതിന് നമ്മളിവിടെ എന്ത് ചെയ്തും? കൗവ. കാക്കയ്ക്ക് എന്താ പറയുക? കൗവ. കാന്നേതാ അറിയില്ലേ? കാന്നേതാ ഔച്ചിനട. കൗ. ഇനി ആന്നേതാ. ആ. അപ്പം എന്തായി? കൗവ. കൗവ പറഞ്ഞാൽ എന്താണ്? കാക്ക. ഇതാണ് കാക്ക. കൗവ. ഓക്കെ. ഇനി നമ്മളിവിടെ ഒരു വീട് കാണുന്നുണ്ട്. വീടിന് ഹിന്ദിയിൽ എന്താ പറയുക? ഘർ എന്നാണ് പറയുന്നത്. വീടിന് എന്താ പറയുന്നത്? ഘർ. ഘാന്ന് എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെ 3 തിരിച്ചിട്ട പോലെ ഇടുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെ വരയ്ക്കുക. പിന്നെ രാന്ന് എഴുതുക. രാ. അപ്പം എന്താ വായിക്കുന്നത്? ഘർ എന്നാണ് വായിക്കുന്നത്. ഇത് ബില്ലിയാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ബില്ലിന്ന്. ഇനി വെള്ളമുണ്ട് ഇവിടെ അല്ലേ? വെള്ളത്തിൽ ആരാണ് കിടക്കണത്? ഹാത്തി. ഹാത്തി കിടക്കണുണ്ട്. ഹാത്തി പറഞ്ഞാൽ എന്താണ്? ആന. ആന. ആനയ്ക്ക് നമ്മൾ ഹാത്തിന്ന് എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെ ഹാന്ന് എഴുതാൻ തുടങ്ങുക. അങ്ങനെ എസ് പോലെ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കുക. അതിന് ഹാന്ന് എഴുതുക. പിന്നെ തി. ഇങ്ങനത്തെ ദ. കഥാത. കഥ എന്നൊക്കെ എഴുതണതാ. ഹാ. പിന്നെ നമ്മൾ ഈ എന്നുള്ള ചിഹ്നം കൊടുത്ത്. അപ്പം അതെന്തായി? ഹാത്തി. എന്താണ്? ഹാത്തി. ഇതാ കൂട്ടി വരയ്ക്കൂല കേട്ടോ. അങ്ങനെ ഹാന്ന് എഴുതിയിട്ട് ഇവിടെ നിർത്തും. എന്നിട്ട് അപ്പുറത്ത് ഇതാ ഈ വരയാൻ വരെ കൊണ്ടുപോയി വരയ്ക്കും. അങ്ങനെയാണ് വരയ്ക്കുക കേട്ടോ. ഹാത്തി. ഹാത്തി പറഞ്ഞാൽ എന്താണ്? ആന. ഇനി അടുത്തത് ഇവിടെ ആരാ കിടക്കുന്നത്? ഒരു മുതല കിടക്കുന്നുണ്ട് അല്ലേ? മഗർമച്ച്. എന്താണ് മുതലയ്ക്ക് പറയാ? മഗർമച്ച്. മാന്ന് എഴുതുക. പിന്നെ ഗ. നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഈ ഗാന്ന്. അങ്ങനെ എഴുതിയിട്ട് ഗ. ഓക്കെ. എന്നിട്ട് എന്ത് കൊടുക്കുക? രാന്ന് കൊടുക്കുക. രാ. മഗർ. പിന്നെ മാന്ന് കൊടുക്കുക. മാന്ന് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് ചായും ഓ നേരത്തെ നമ്മൾ പഠിച്ച ഓ ചായും കൊടുക്കുക. ഫസ്റ്റ് ചായും ഓ ചായും കൊടുക്കുക. ഇതെന്താ വായിക്കുക? മഗർമച്ച്. എന്താ വായിക്കുന്നത്?
മഗർമച്ച്. മഗർമച്ച് പറഞ്ഞാൽ എന്താണ്? മുതല. മുതലയ്ക്ക് എന്താ പറയാ? മഗർമച്ച്. അടുത്തത് എന്താ? ഇലയാണ്. ഇല. പത്ത. പത്ത കണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്താന്ന്. ഒന്നുകൂടെ നോക്കാം പത്ത എങ്ങനെയാണ് എഴുതാന്ന്. നേരത്തെ നമ്മൾ പാന്ന് പഠിച്ച് ഇതാ ഇങ്ങനെ പാ, പിന്നെ രണ്ട് തായാണ്. ഒരു താൻ്റെ പകുതിയും ഒരു താ ഫുള്ളായിട്ടും ഇടുക. മനസ്സിലായോ? ഒരു താൻ്റെ പകുതിയും ഒരു താ ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോഴാണ് രണ്ട് തായാവുക. പത്ത. പത്ത പറഞ്ഞാൽ എന്താണ്? ഇല. പത്ത. പത്ത പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഇല എന്നാണ് അർത്ഥം. പത്ത പറഞ്ഞാൽ ഇല. ഓക്കെ. ഒരു താൻ്റെ പകുതി ഫസ്റ്റ് തന്നെ ഇടുക, പിന്നെ അടുത്തത് ഒരു താ ഫുള്ളായിട്ടിടുക താഴെ. ഇനി ഇതാരാണ് ഇലയിലിരിക്കണത്? ചിടിയാണ് അല്ലേ? ചിടിയ, പക്ഷി. ചിടിയ ഉണ്ട് അവിടെ. അപ്പം ചിടിയാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ചിഹ്നം ഇടുക, പിന്നെ ചാന്ന് എഴുതുക, പിന്നെയും ഈ ചിഹ്നം ഇടുക, പിന്നെ ഡാന്ന് എഴുതുക, ഇവിടെ ഡോട്ട് ഇടണം കേട്ടോ. പിന്നെന്താ? യാ എന്ന് എഴുതുക. ചിടിയ. എന്താണ്? ചിടിയ. ചിടിയ. ചിടിയാന്ന് എഴുതാം. ഇതെന്താണ് ഇനിയുള്ളത്? മേണ്ടക്ക്. മേണ്ടക്കാണ് ഇലയിൽ കയറിയിരിക്കുന്നത്. മേണ്ടക്ക്. മേണ്ടക്ക്. മേണ്ടക്ക് പറഞ്ഞ എന്താണ്? തവളയാണ് മേണ്ടക്ക്. ഇതോടുകൂടി നമ്മളെ ചിത്രങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. തവളയ്ക്കാണ് എന്ത് പറയുന്നത്? മേണ്ടക്ക് എന്ന് പറയുന്നത്. മാ എന്ന് എഴുതുക, പിന്നെ മുകളിൽ ഒരു വരയിടുക, ഒരു കുത്തും ഇടുക. പിന്നെ ഒരു ഡോട്ട് ഇങ്ങനെ ഇടുക, ഒരു വര ഇടുക, ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് ടാന്ന് എഴുതുക. ടാ അങ്ങനെ മുറുക്കുള്ള ടാന്ന് എഴുതുക. അതിനും താഴെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് എന്ത് എഴുതും? കാ എന്ന് എഴുതുക. എന്താ വായിക്കപ്പത്? മേണ്ടക്ക്. എന്താണ്? മേണ്ടക്ക്. മേണ്ടക്ക് പറഞ്ഞ എന്താണ്? തവള. ഓക്കെ. അപ്പം നമ്മളിതിലുള്ള എല്ലാ പിക്ചറും നോക്കിക്കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.